ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ സാധാരണ വീക്കെൻഡ് പുറത്തിറങ്ങുന്ന പോലെ ഒന്നും ഇറങ്ങിയ കേട്ടോ. ഒരാഴ്ച ഫുള്ളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ ഞാൻ എന്തോ പോലെയാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണോ? എനിക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ കാക്കനോട് പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോവാറിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടതാണ് ഇപ്പം അജ്മാലിൽ അൽസോറ എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് കാക്കയോട് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു പോവാം. ഞങ്ങൾക്ക് ഇവിടെ അടുത്താട്ടോ അജ്മാൻ. അപ്പോൾ അവിടേക്ക് പിന്നെ അവിടെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ബോട്ടിങ് സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ടിക്കറ്റിന് 5 ദിർഹം എന്തോ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയത്. ഞാൻ ഈ സ്ഥലമൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഇതാ ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഒരു ട്രിപ്പ് പോയി കേട്ടോ അവിടുന്ന്. അപ്പം ഇനി ആ ബോട്ട് തിരിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇതിങ്ങനെ ഒരു സൺറൈസ് എന്നെന്തോ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് അതിൻ്റെ മുന്നിൽ തന്നെ. അങ്ങനെ അവിടെ ഒന്നും കയറിയില്ല. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഫുള്ള് മലയാളീസാട്ടോ അവിടെ കാത്തിക്കുന്നതും അതിലുള്ളതും ഇറങ്ങിയതും ഒക്കെ. അപ്പം ബോട്ട് തിരിച്ച് വന്നു. അങ്ങനെ അവർ ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ പോയവർ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കയറാനായിട്ട്. അപ്പം ഞാൻ ചാടി പഠിച്ച് കയറി, മുന്നിൽ തന്നെ കയറിയിരുന്നു. പിന്നെ മുന്നിൽ തന്നെ ഇരുന്നാൽ നല്ല വൃത്തിക്ക് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുന്നിൽ ഇരുന്ന്. എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളെ എങ്ങനെ പിടിക്കുക, മക്കൾ അലമ്പാക്കോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചാൽ അവർക്ക് ഈ വെള്ളവും ഇങ്ങനെ ഇതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇനി കരച്ചിലൊക്കെ ആവുമോ, അവർക്കറിയില്ലല്ലോ, ആദ്യമായിട്ട് കയറുകയല്ലേ. അപ്പോൾ അവർക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല രസമല്ലേ ഇങ്ങനെ ബോട്ടിലൊക്കെ ഇങ്ങനെ പോവാൻ. ഞാനൊക്കെ നാട്ടിൽ പിന്നെ ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് ഇങ്ങനെ ജങ്കാറ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ ജങ്കാറിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോട്ടോ. അവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് പിന്നെയും ടിക്കറ്റ് എടുത്ത് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരാറൊക്കെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ബോട്ടിലൊക്കെ പോകാൻ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ഫുള്ള് മലയാളം സോങ് ഒക്കെ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. നല്ല നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ ഇരുട്ടായി ഉണ്ടായിരുന്നു. ഇവിടെ പെട്ടെന്ന് ഇപ്പോൾ ഇരുട്ടാവുന്നുണ്ട്. ഒരു 6 മണി ആകുമ്പോഴേക്കും സന്ധ്യാസമയമാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് നേരം മുന്നേ കൂടെ വന്നാൽ നല്ല ഭംഗിയിൽ ഫുള്ള് വെളിച്ചത്തിലൊക്കെ കാണാമായിരുന്നു. അപ്പോൾ വെളിച്ചം കുറച്ച് പോയി, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പും കാറ്റും. ഇവിടെ നല്ല ചൂടാണല്ലോ, പക്ഷെ ഇങ്ങനെ ഇതിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് പാട്ടും നമുക്കൊരു മനസ്സിന് ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ പോകുമ്പം. എന്തായാലും 5 തരത്തിലുള്ളൊക്കെ ഉണ്ട്. മനസ്സിന് നല്ല സന്തോഷമായി. ഞാനും കാക്കിയൊക്കെ കുറേ കളിച്ചു ചിരിച്ചു. നെയ്ഫ മോള് പിന്നെ ഈ ബോട്ട് ഓടിക്കുന്ന ആളടുത്ത് പോയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ അയാളെ ഒക്കെ അല്ല നന്നായി പറ്റിയെന്ന് തോന്നുന്നുണ്ട്. അയാളടുത്ത് പോയി അയാളെ കയ്യും പിടിച്ച് നിൽക്കായിരുന്നു. അങ്ങനെ ഇത് ഒരു 15 മിനിറ്റൊക്കെ ആട്ടോ ഇത് ഡ്രൈവ് ഉള്ളത്. പക്ഷേ നമുക്ക് ടൈം പോകുന്നതേ അറിയുന്നില്ല. പെട്ടെന്ന് സമയം പോയി. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടെ എത്തിയപ്പോഴേക്കും നല്ല ഓളം തള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബോട്ടിലാണെങ്കിൽ ഫുള്ള് മലയാളീസായിരുന്നു. ആകെ ഒരു ഫാമിലി ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഏതോ റഷ്യക്കാരോ. ബാക്കിയൊക്കെ ഫുള്ള് മലയാളീസ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡ്രൈവർ നല്ലല്ലേ പറയാം. എന്തായാലും മൂപ്പരും മലയാളി തന്നെയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ രാത്രിയാകുമ്പോൾ പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ലൈറ്റിൻ്റെ ഒക്കെ ഒരു പിന്നെ ഈ മുന്നിലേക്കൊന്നും ഇല്ല കേട്ടോ ഈ ബോട്ടിൻ്റെ. അങ്ങനെ പ്രത്യേകിച്ച് ക്ലോസ് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ നെയ്ഫമ്മോൾ ഇങ്ങനെ അയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. ആ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് അവിടേക്ക് വിട്ടത്. അവർക്ക് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ അത് എന്തായാലും നല്ല രസമായിട്ട് കഴിഞ്ഞു. നമ്മളിതാ കയറിയവിടെ തന്നെ ബോട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് അപ്പോഴേക്കും അവിടെ അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാക്കനോട് പറയായിരുന്നു നമുക്ക് ലാസ്റ്റ് ഇറങ്ങാം കാക്ക, എല്ലാവരും ഇറങ്ങട്ടെ, മക്കളെയും കൊണ്ട് ഇറങ്ങണ്ടേ. അപ്പം എല്ലാവരും ഇറങ്ങുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയത്.
പിന്നെ വേറെ ഒരുപാട് കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ വേഗം ഇറങ്ങി. അപ്പോഴേക്കും അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്കും ഇറങ്ങി തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോന്നിട്ടു. പിന്നെ അവിടെ ഇനി എന്താ കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെയൊക്കെ നല്ല ചൂടാട്ടോ, ഈ ഭാഗത്തേക്കൊന്നും വലിയ കാറ്റൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്നാലും ഇപ്പോൾ കുറേ ചൂട് കുറവ് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ ആ ഒരു അത്ര ചൂടില്ല, ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നൊരു ചൂടേ ഉള്ളൂ. പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് പിന്നെ കാക്കനോട് പറഞ്ഞ് കാക്ക നമുക്കൊന്ന് ബീച്ചിൽ കയറാം കാക്കാറിൻ്റെ കാക്കൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി നേരം പോയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഈ ബീച്ചിൽ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ ആ വൈബൊന്നും കിട്ടൂലെങ്കിലും നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക. അങ്ങനെ കാക്കോട് പറയുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചായയൊക്കെ കിട്ടണം. അങ്ങനെ ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കടലൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇഷ്ടമുള്ള പലഹാരം നമുക്ക് അങ്ങനെയാണല്ലോ ശീലമല്ലേ. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് മേടിച്ച് തിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. മക്കൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. മക്കൾ എന്നിട്ട് മടി കിടന്നുറങ്ങി. പിന്നെ തിരിച്ചു പോരുമ്പോൾ ഇത് സമൂസ കിങ് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്, അവിടുന്ന് സമൂസ മേടിച്ച് കഴിച്ചു. അങ്ങനെ ചീസിൻ്റെ പല വെറൈറ്റി സമൂസ ഉണ്ട്. എനിക്ക് ഈ വൈകുന്നേരമായ ചായ കിട്ടൽ നിർബന്ധമാണ്. പിന്നെ അവിടുന്ന് വേഗം വീട്ടിലേക്ക് പോയി. സാധാരണ വീക്കെൻഡ് ഉള്ള പോലെ തന്നെ നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ നമ്മൾ വേഗം പോയി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.